ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അവല് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി അലുവ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്നൊക്കെ പറയുന്ന പോലത്തെ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി അലുവയാണ്. എത്ര തവണ കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അലുവയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് അവലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് അവല് ഇതുപോലൊരു കടായിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു 30 സെക്കൻഡ് മാത്രം നമുക്കിതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കയ്യിൽ തൊട്ടിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരണം. ആ ഒരു പരുവത്തിലാണ് നമുക്കിത് റെഡിയായി കിട്ടേണ്ടത്. ഈ ഒരു അവല് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് മാത്രമേ ഇത് ചൂടാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതിൻ്റെ കളറൊക്കെ മാറി രുചിയൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ വരരുത്. ഇപ്പോൾ ഞാനിവിടെ നന്നായി ചൂടാക്കി എടുത്തു. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എടുത്ത് നോക്കാം. എന്നിട്ട് ഇതുപോലെ പൊടിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒരുപാട് ചൂടാറണ്ട, ചെറുതായിട്ടൊരു ചൂട് വേണം. എന്നാലേ ഇത് നല്ലപോലെ പൊടിഞ്ഞു കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 4 ഏലക്കയും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക മണമായിരിക്കും. അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. കൂടിപ്പോവരുത്. ഇതുപോലെ 2 കപ്പ് അവലിന് 2 ഗ്രാമ്പു ആ ഒരു കണക്കിന് വേണം എടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് പൊടിച്ച് ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 3 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കപ്പ് അളവിൽ പാലെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പാൽ ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് പാലേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് 3 കപ്പ് പാലെടുത്തത്. പിന്നെ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 4 കപ്പ് പാലാണ് ഉള്ളതെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഒട്ടും കട്ട കെട്ടാതെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. ഞാനിവിടെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കടായിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല, ഇപ്പം തന്നെ ഓണാക്കണ്ട. ഈ ഒരു ബൗളിലുള്ളത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇതേപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ കൈ വിടാതെ ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും അതേപോലെ തന്നെ ഒരു 10-20 സെക്കൻഡ് നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി 1 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടയായി പോവും. ഞാനിതിലേക്ക് മൊത്തത്തിൽ 100 ഗ്രാം അളവിലുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് വെള്ളം വെച്ചിട്ട് ശർക്കര ഉരുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തിട്ടുള്ള ശർക്കരയുടെ അളവും 250 ഗ്രാം ആണ്. ഇതുപോലെ അരിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കരടൊക്കെ മാറ്റിയെടുക്കണം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അലുവയുടെ അതേ മധുരത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1 സ്പൂൺ അളവിലുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കടായിൽ നിന്ന് വിട്ടുവരുന്ന ആ ഒരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുപാടങ്ങ് ടൈറ്റാക്കി മുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ലൂസായിട്ട് നല്ല വായിൽ അലിഞ്ഞിറങ്ങുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കറക്റ്റായിട്ട് ഇതിൻ്റെ പരുവം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു സ്പാച്ച് വെച്ചിട്ടൊന്ന് കോരി കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് ചൂടോടുകൂടി തന്നെ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ട്രേയിൽ കുറച്ച് നെയ്യ് സ്പ്രെഡാക്കിയതിന് ശേഷമാണ് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇന്ന് തന്നെ എടുക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചത്. അതല്ല നാളെ എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിരുന്നാൽ മതി, ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. ഇപ്പം ഞാനിതൊരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് എടുത്തതാണ്. ഫ്രീസറിലല്ല, അതിൻ്റെ താഴെയാണ് വെച്ചിരുന്നത്. ഇപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല പഞ്ഞ് പോലൊരു അലുവ റെഡിയായി കിട്ടി.
ഇനി നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ വലിപ്പത്തിലൊക്കെ ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.